വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പം ഇന്ന് എനിക്ക് മലയാളം സെക്കൻഡിൻ്റെ എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് ഏത് എക്സാം ആയിരുന്നു കമൻറ്റ് ചെയ്യുക. സോ ഞാൻ അത്യാവശ്യം നല്ലപോലെ എഴുതി. ഞാൻ ആദ്യമായിട്ടാണ് 4 പേപ്പറൊക്കെ എഴുതുന്നത്. സോ എന്താ പറയുക, അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ എക്സാമിൻ്റെ കാര്യമാണ് ഒട്ടും പറയാൻ പറ്റാത്തത്. കാരണം ഫസ്റ്റ് ടൈമിൽ നിന്നായിരുന്നു മിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടവും പൊട്ടിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ജയിക്കാനുള്ള മാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല ടഫ് എക്സാമായിരുന്നു കേട്ടോ. 5ഉം 7ഉം ഒന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ഒന്നും. അതൊക്കെ ഞാനൊന്ന് തുറന്നു പോലും നോക്കില്ല. നമ്മളെല്ലാവരും എങ്ങനെയാണ് നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പേ ഫസ്റ്റ് ടൈമിൽ നിന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വരണേ എന്നൊക്കെ സാറുമാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമല്ലോ. ഇത് സാറും പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞതും ഇല്ല. ഒരു ക്ലാസ്സുകാർ സൈലം, എജുപോർട്ട്, MS സൊല്യൂഷൻ ഇവരെ എല്ലാവരുടെയും ക്ലാസ് ഞാൻ കാണുന്നത്. അപ്പം അവർ ആരും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും നോക്കിയതും ഇല്ല. ഒന്നാമത്തേന്ന് യൂണിറ്റിൽ നിന്ന് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയത് പോലും ഇല്ല. ഞാനിവിടെ 10ാമത്തെ യൂണിറ്റിന് ഒന്നും പഠിച്ചില്ല. അപ്പോഴാണ് ഇനി 1ഉം 2ഉം 3ഉം 1 തൊട്ട് 10 വരെയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എല്ലാത്തിനും ക്വസ്റ്റ്യൻ വന്നു. 1ാമത്തേന്ന് വന്നു, 2ാമത്തേന്ന് വന്നു, 3ാമത്തേന്ന് വന്നു, 4ാമത്തേന്ന് വന്നു, 5ാമത്തേന്നും വന്നു, 6ാമത്തേന്നും വന്നു, 7ാമത്തേന്നും വന്നു, 8ാമത്തേന്നും വന്നു, 9ാമത്തേന്ന് വന്നു എന്തോ ഓർമ്മയില്ല. വന്നെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടുള്ളൂ. 9ാമത്തേന്ന് വന്നു, 10ാമത്തേന്ന് വന്നു. ഈ 10 ചാപ്റ്ററുകളിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് കുറേയൊക്കെ ഞാൻ എഴുതി 2 എണ്ണം വിടാമെന്ന് വെച്ചതാണ്. പിന്നീട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ചുമ്മാ വിടുന്നത്, അര മാർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞൊരു സാർ നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ചെറിയ ക്ലൂസൊക്കെ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് ചെറിയ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് ഞാനങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ എഴുതിയ അര മാർക്ക് വെച്ച് കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അറ്റൻഡ് ചെയ്തതിന് മാർക്ക് തരണമല്ലോ. സോ ഗൈസ്, അങ്ങനെ പിന്നെ നാളെ നമ്മൾ ഈ കണ്ണാടി മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. സോ എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി എനിക്ക് 2 എക്സാമും കൂടെ ഉണ്ട്. BSഉം അതുപോലെ തന്നെ മാത്സുമാണ് എക്സാം വന്നിട്ടുള്ളത്. BS എന്ന് പറയുമ്പോൾ നമുക്ക് 3 സബ്ജക്റ്റായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 3 ടീച്ചർമാരുമാണ് പഠിപ്പിക്കുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നാണ്. അപ്പോൾ 3 പരീക്ഷയാണ്, 3 പേപ്പറിലാണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓരോന്നും 20 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നും എന്താ പറയുക, ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്ന് ഫിസിക്സാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അതിനൊരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂർ തരും. പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് കെമിസ്ട്രി എഴുതണം. അതിനൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ തരും. 1/2 മണിക്കൂറേ തരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. 1/2 മണിക്കൂർ തരും. പിന്നെ നമ്മൾ എഴുതുന്നത് ബയോളജിയാണ്. ബയോളജിക്ക് ഒരു 1/2 മണിക്കൂർ തരും. എല്ലാം 20 മാർക്കിനായിരിക്കും. അങ്ങനെ നമുക്ക് എക്സാം വരുന്നത് കേട്ടോ. BSൻ്റെ ചിലപ്പോൾ അരമണിക്കൂറിന് മുമ്പേ എഴുതിത്തരും. ചിലപ്പം എളുപ്പമാണെങ്കിൽ 1/2 മണിക്കൂറിന് മുമ്പേ എഴുതിത്തരും. കുറച്ച് ടഫൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂറിന് കുറച്ച് കൂടെ ടൈം എടുക്കും. ഓക്കെ, ദെൻ പിന്നെ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി 3 വിഷയം കൂടെ ഒരു ദിവസം എങ്ങനെ ചെയ്ത് പഠിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് 2 ദിവസം ഉണ്ട് കേട്ടോ. ശനിയാഴ്ച ശനിയാഴ്ച ഞാൻ ഈ കണ്ണാടിയും കൂടെയൊക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് കുറച്ച് തിരക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ആകുമ്പോൾ വരുമായിരിക്കും. സോ ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താ പറയുക, പിന്നീടുള്ള എക്സാം മാത്സാണ്. മാത്സിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫുമാണ് എന്നാൽ എളുപ്പമാണ്. ചില ഇക്വേഷൻസൊക്കെ തിരിഞ്ഞു പോകും. ആ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏതാണ് പാടുള്ള വിഷയം എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ഇത്രയുള്ളൂ, ബൈ.